ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ആവക്ക അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. ഇതൊരു ആന്ധ്ര തമിഴ് സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു അച്ചാറാണ്. നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറാണ്. നമുക്ക് തൈര് സാദത്തിൻ്റെ കൂടെയും പ്ലെയിൻ റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറാണിത്. അതുപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാങ്ങ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ച് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണിത്. അപ്പം മാങ്ങ കഴുകി വൃത്തിയാക്കി നന്നായി തുടച്ചതിൻ്റെ ശേഷമാണ് ഞാനിത് മുറിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവ് ഞാനൊന്ന് പറയാം. ഇതിപ്പോൾ 250 ml മെഷറിംഗ് കപ്പാണ്. ഇതിലൊരു 2.5 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ കപ്പ് നിറച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ആ സ്പൂണിന് ഞാൻ കാണിച്ചില്ലേ, മീതെ നിൽക്കത്തക്ക വിധത്തിൽ നിറച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെ നിറച്ച് കൂമ്പിച്ചിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ 2 കപ്പും പിന്നെ ഒരു 1/2 കപ്പും, അപ്പോൾ ടോട്ടൽ 2.5 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കാണുന്ന ഈ ഒരു വലുപ്പത്തിൽ വേണം മുറിച്ചെടുക്കാൻ. വലിയ കഷ്ണങ്ങളും ആവണ്ട, എന്നാൽ വല്ലാതെ ചെറിയ കഷ്ണങ്ങളും ആവരുത്. ഇനി ഇത് കുറച്ച് നേരം ഇതിൻ്റെ മീതത്തെ ആ വെള്ളം ഒന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ട് വെയിലത്ത് വെക്കണം. അങ്ങനെയാകുമ്പോൾ അച്ചാർ കേടുവരില്ല. അപ്പോൾ ഒരു 3 മണിക്കൂർ നമ്മളിത് നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ മീതുള്ള ആ വെള്ളം നനവൊക്കെ ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഉണങ്ങി കിട്ടും. അപ്പോൾ ഉണങ്ങി കിട്ടുമ്പോൾ ഈ അച്ചാർ പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ കേടുവരില്ല. പിന്നെ നമുക്കിതിൽ വിനീഗറൊന്നും ഒഴിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ നോർത്ത് ഇന്ത്യൻ മാങ്ങ അച്ചാർ അപ്ലോഡ് ചെയ്തായിരുന്നു ഒരു 2 ആഴ്ച മുന്നേ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതേപോലെ തന്നെ മാങ്ങ ഒരു 2-3 മണിക്കൂറെങ്കിലും വെയിലത്ത് വെക്കണമെന്ന്. അപ്പോൾ അതേപോലെ തന്നെ ഈ മാങ്ങയും ഒരു 2-3 മണിക്കൂർ വെയിലത്ത് വെക്കണം. അങ്ങനെ വെയിലത്ത് വെച്ച് എടുത്ത മാങ്ങയാണ് കേട്ടത്. അപ്പോൾ ഞാനിതിന് മുന്നേ വെച്ചിരുന്നു. ഒരു 3 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് ചുങ്ങി വരും, അതിൻ്റെ മീതത്തെ ആ നനവൊക്കെ ഉണങ്ങും. ഇനി ഇതിലേക്കുള്ള മസാലകളൊക്കെ ചേർക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1/4 കപ്പ് കടുക് പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പൊടിച്ചതിന് ശേഷം 1/4 കപ്പാണ് കേട്ടോ. അപ്പോൾ കടുക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല ഫ്രഷ് ആയിട്ടുള്ള കടുക് തന്നെ എടുക്കുക. പഴയ കടുകൊന്നും എടുത്തിട്ട് ഉപയോഗിക്കരുത്. പിന്നെ കടുക് ഒരു ചൂടുള്ള തവയുടെ മീതെ വെച്ച് കഴിഞ്ഞാൽ ആ കടുക് ഒന്ന് ചെറുതായിട്ട് ചൂടാവും. അപ്പോൾ അങ്ങനെ വറക്കൊന്നരുത് കേട്ടോ, ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നരുത്. അപ്പോൾ ആ കടുക് പെട്ടെന്ന് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അങ്ങനെ വല്ലാതെ ഫൈൻ പൗഡർ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. ഞാനൊരു 1/4 കപ്പ് മുളക് പൊടിയാണ് ചേർക്കുന്നത്. എരിവുള്ളതും പിന്നെ കാശ്മീരി ചില്ലി പൗഡറും മിക്സ് ചെയ്തിട്ടും ചേർക്കാം കേട്ടോ. പിന്നെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത് എരിവ് കുറവുള്ള കാരണം ഞാൻ കുറച്ചും കൂടി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ഉലുവയാണ് ചേർക്കുന്നത്. അപ്പോൾ ഉലുവ പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മുഴുവനായിട്ട് അങ്ങനെ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്ത കടലയാണ് ചേർക്കുന്നത്. ഒരു 6-7 മണി വെളുത്ത കടല ചേർത്താൽ മതി. വെളുത്ത കടല ഇല്ലെങ്കിൽ മാത്രം കറുത്ത കടല ചേർക്കാം. ഒരു 6-7 എണ്ണം മതി കേട്ടോ. ഇനി ഇതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഒന്ന് ചൂടാക്കിയിട്ട് നല്ലെണ്ണ ഒഴിക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് നല്ലെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. നല്ലെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടിയും ചേർക്കണം. അല്ലെങ്കിൽ കായം കട്ടിക്കായ ആണെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് എണ്ണയിലൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് ചേർത്താലും മതി. ഞാനിപ്പോൾ പൊടിയാണ്, ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. ചില ആവയ്ക്ക അച്ചാറിലൊന്നും ഈ കായത്തിൻ്റെ പൊടി ചേർത്തിട്ട് കാണാറില്ല. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ അങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ കായത്തിൻ്റെ ഒരു കുറവ് തോന്നി, ഒരു ടേസ്റ്റ് കുറവ് തോന്നി എനിക്ക്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലെണ്ണ ചൂടാക്കിയതിൻ്റെ ശേഷം ഒഴിക്കുക. ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയാൽ മാത്രം മതി നല്ലെണ്ണ. ആ ഒരു 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു ദിവസം മുഴുവൻ ഇതുപോലെ നന്നായിട്ട് അടച്ചു വെക്കണം. ഇത് ഇപ്പോൾ ഞാൻ ഒരു ദിവസം മുഴുവൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസം രാത്രിയാണ് ഉണ്ടാക്കിയത്. പിറ്റേ ദിവസം ഏതാണ്ട് വൈകിട്ടാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്കിത് കാണിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ആ എണ്ണയൊക്കെ ഇങ്ങനെ മീതെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് അധികം എണ്ണ വേണ്ട എന്നുണ്ടെങ്കിൽ എണ്ണ കുറച്ച് ഒഴിച്ചിട്ട് ബാക്കി കുറച്ച് വിനീഗർ ഒഴിച്ചാൽ മതി. പക്ഷേ ഈ അച്ചാർ വിനീഗറൊന്നും ഇല്ലാതെ ട്രഡീഷണലായിട്ട് ഈ അച്ചാർ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. എണ്ണ കൂടുതൽ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുക. അതായത് ഈ അച്ചാറിൽ എണ്ണ ഇങ്ങനെ മീതെ തെളിഞ്ഞ് നിൽക്കണം, അല്ലെങ്കിൽ ഈ മാങ്ങ കേട് വന്നു പോവും. അതുകൊണ്ട് ഞാനിപ്പോൾ ഏതാണ്ട് ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് വെച്ചിട്ട് എണ്ണ ചൂടാക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ട്.
ഇതിൽ വെളുത്തുള്ളി അങ്ങനെയുള്ളതൊന്നും ചേർക്കില്ല കേട്ടോ. കാരണം വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചേർത്തതാണെങ്കിൽ കുറേ ദിവസം ഇങ്ങനെ ഇതേപോലെ പുറത്ത് വെക്കാനൊന്നും പറ്റില്ല, അപ്പോൾ കേടുവന്ന് പോവും. അപ്പോൾ അതിനി വെയിലത്ത് വെച്ച് ഉണക്കിയ ഒരു ഗ്ലാസ് ബോട്ടിലിൽ ആക്കി വയ്ക്കുക. അച്ചാർ പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും ആക്കി വെക്കരുത് കേട്ടോ. അപ്പോൾ നല്ല എയർ ടൈറ്റായിട്ട് തന്നെ അടച്ചു വെക്കണം. അതുപോലെ തന്നെ എണ്ണ 1/2 കപ്പ് ഒഴിക്കണം. എണ്ണ ഇങ്ങനെ മീതെ നിൽക്കണം, അതാണ് അതിൻ്റെ ഒരു കണക്ക്. കുറവായി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എണ്ണ ചൂടാക്കിയിട്ട് ഒഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇനി ഒരു 25-30 ദിവസമായി കഴിഞ്ഞാൽ ഞാനിത് കാണിക്കാം നിങ്ങളെ. ഇപ്പോൾ അത് ഏതാണ്ട് 1 മാസമൊക്കെ ആയിരിക്കുന്നു. ഇപ്പോൾ കണ്ടില്ലേ, അച്ചാറൊക്കെ നല്ല പാകമായിരിക്കുന്നു, മസാലയൊക്കെ നന്നായി പിടിച്ചിരിക്കുന്നു. എണ്ണ കണ്ടില്ലേ മീതെ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്ന ആ ഒരു രീതിയിലായിരിക്കണം നമ്മളിത് ഉണ്ടാക്കി വെക്കേണ്ടത്. എണ്ണ മീതെ നിൽക്കുന്നില്ലെങ്കിൽ ഇത് കേടുവന്ന് പോവും. കാരണം ഞാനിതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ വർഷം മുഴുവനും ഇത് കേടുവരാതെ ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. വലിയ കുപ്പിയിലൊക്കെയാണ് ഉണ്ടാക്കി വെക്കുന്നതെങ്കിൽ നമ്മൾ കുറച്ചെടുത്തിട്ട് വേറൊരു കുപ്പിയിലേക്ക് മാറ്റണം. എപ്പോഴും ഒരേ കുപ്പിയിൽ, വലിയ കുപ്പിയിലേക്ക് തന്നെ നമ്മളിങ്ങനെ സ്പൂണൊന്ന് ഇട്ട് ഇളക്കരുത്. അതുപോലെ തന്നെ നല്ല ഉണങ്ങിയ വെള്ളം നനവ് ഇല്ലാത്ത സ്പൂൺ കൊണ്ട് വേണം ഇത് അച്ചാർ എടുക്കാനൊക്കെ. എപ്പോഴും നമ്മൾ വലിയ കുപ്പിയിൽ ഇട്ട് വയ്ക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ കുപ്പിയിൽ അതൊന്ന് കുറച്ചെടുത്തിട്ട് മാറ്റിയിട്ട് ആവശ്യത്തിന് എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് അച്ചാറൊക്കെ റെഡിയായി. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പിയെ വീണ്ടും കാണാം. താങ്ക് യു.